മാരുതിയുടെ ആദ്യ ചെറുകാർ ഫ്രോങ്സിനും പിന്നീട് മറ്റൊരു ചെറു വാഹനങ്ങളിലേക്കും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുന്നോടിയായി ഗുരുഗ്രാമിൽ പരീക്ഷണയോട്ടം നടത്തുന്ന ഫ്രോങ്സിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ ഫ്രോങ്സിൽ നിന്ന് ഏറെ മാറ്റങ്ങൾ ഇല്ലാതെയാണ് പുതിയ മോഡൽ എത്തുക. പുതിയ സ്വിഫ്റ്റിലും ഡിസൈറിലും ഉപയോഗിക്കുന്ന ഇസഡ് സീരീസ് എഞ്ചിനായിരിക്കും പുതിയ കാറിൽ. ടൊയോട്ടയുടെ പാരലൽ ഹൈബ്രിഡ് നിന്ന് വ്യത്യസ്തമായി സീരീസ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയായിരിക്കും ഫ്രോങ്സിൽ. ഇന്ധനക്ഷമത കൂടിയ ഹൈബ്രിഡ് എഞ്ചിൻ പുറത്തിറക്കി ഡീസൽ വിപണിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ ക്ഷീണം തീർക്കാനാണ് മാരുതി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ലിറ്ററിന് 35 മുതൽ 40 വരെ കിലോമീറ്റർ ഇന്ധനക്ഷമത ഈ എഞ്ചിൻ നൽകുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം ഹൈബ്രിഡ് ഫ്രോങ്സിനെ മാരുതി വിപണിയിലെത്തിക്കും. ഫ്രോങ്സിന് പിന്നാലെ ബലേനോ, സ്വിഫ്റ്റ് എന്നീ ജനപ്രിയ വാഹനങ്ങളുടെയും ഹൈബ്രിഡ് മോഡൽ പുറത്തിറക്കും. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം മൈലേജിലും ഞെട്ടിക്കും വിപ്ലവം നടത്താനാണ് മാരുതി ശ്രമിക്കുന്നത്.